ഹലോ, നമസ്കാരം കുട്ടീസ് ആൻഡ് ഫ്രണ്ട്സ്. പഴയ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കേട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് മധ്യസ്ഥായി നോക്കാം അല്ലേ. മധ്യസ്ഥായിയിൽ 5 വരികളാണ് വരുന്നത്. അത് നമുക്ക് 5 4 സ്പീഡ് നോക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ പാടിക്കഴിയുമ്പോഴും രണ്ടാമത്തെ റിപ്പീറ്റിൽ എൻ്റെ ഒപ്പം പാടാൻ ശ്രമിക്കുക. നോക്കാം. എല്ലാവരും ഓക്കെ അല്ലേ? സരി ഗമ പ ഗമ പ പ ഗമ പ ധ നി ധ പ മ ഗമ പ റിപ്പീറ്റ് ചെയ്യാമോ? ഇതിലിപ്പോൾ ആദ്യം പാന്ന് നീട്ടിയത് ഓരോ പായ്ക്കും 3 ദീർഘം വെച്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഓരോ ദീർഘങ്ങളും നമ്മുടെ പാട്ടിന് ദീർഘങ്ങളെല്ലാം ഈക്വൽ ടു 1 സ്വരമാണ്. ഒരു സ്വരത്തിന് ഈക്വലാണ് ഓരോ ദീർഘങ്ങളും. അതുകൊണ്ടാണ് അത്രയും നീട്ടി നീട്ടി പാടുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. സരി ഗമ പ ഗമ പ പ ഗമ പ ധ നി ധ പ മ ഗമ പ ഗ മ ഗ രി സ. മനസ്സിലായിട്ടുണ്ടോ? പ ഗമ പ. മനസ്സിലായോ? പ കഴിഞ്ഞ് 3 ദീർഘം, അതാണ് പ എന്ന് നീട്ടിയത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? വെരി ഗുഡ്. അപ്പൊ അടുത്ത വരി സാ നി ധ നി ധ പ ധ പ മ പ പ ഗമ പ ധ നി ധ പ മ ഗമ പ ഗ മ ഗ രി സ. സെക്കൻഡ് ലൈൻ ഓക്കെ ആണോ? നമുക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സാ നി ധ നി ധ പ ധ പ മ പ പ ഗമ പ ധ നി ധ പ മ ഗമ പ ഗ മ ഗ രി സ. എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് പോകാം. സാ സാ നി ധ. കണ്ടോ? ഇവിടെ നമ്മൾ സാ നി ധ എന്ന് രണ്ടാമത്തെ വരിയിൽ പാടി. മൂന്നാമത്തേതിൽ ആ സാ എന്നുള്ള ദീർഘത്തിനവിടെ 2 സാ നമ്മൾ ഒരു സായും കൂടെ അവിടെ ഫില്ല് ചെയ്യണം. സാ എന്നുള്ളത് സാ സാ കണ്ടോ? ഈക്വൽ ടു ഒരു സ്വരമാണെന്ന് പറഞ്ഞില്ലേ? ആ ദീർഘത്തിന് പകരം അവിടെ ഒരു സ്വരം വെച്ചു. അതേ പാറ്റേണിൽ ബാക്കിയുള്ളത് വരും. സാ സാ നി ധ നി നി ധ പ ധ ധ പ മ പ പ ഗമ പ ധ നി ധ പ മ ഗമ പ ഗ മ ഗ രി സ. മനസ്സിലായോ? പാ ഞാൻ എടുത്ത് പാടുന്ന നമ്മുടെ ദീർഘം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പാന്ന് നീട്ടിയാൽ മതി, ആന്ന് എടുത്ത് പാടണ്ട. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നോക്കാം. തേർഡ് ലൈൻ. സാ സാ നി ധ നി നി ധ പ ധ ധ പ മ പ പ ഗമ പ ധ നി ധ പ മ ഗമ പ ഗ മ ഗ രി സ. ഫോളോ ചെയ്തോ? ഓക്കെ, വെരി ഗുഡ്. നമുക്ക് 4ാമത്തെ വരിയിലേക്ക് പോവാം. സരി ഗ രി ഗ
ഗ മ പ മ പ ധ പ ധ മ പ ധ പ ധ നി ധ പ മ പ ധ പ മ ഗ രി സ. ഒന്നുകൂടി നോക്കാല്ലേ. സ രി ഗ രി ഗ ഗ മ പ മ പ ധ പ ധ മ പ ധ പ ധ നി ധ പ മ പ ധ പ മ ഗ രി സ. എല്ലാവരും ഒപ്പം പാടിയോ? ഞാൻ കേട്ടില്ല കേട്ടോ, ശബ്ദം പോരാ, ഉച്ചത്തിൽ പാടാം. ഓക്കെ, അടുത്തല്ലേ, ലാസ്റ്റിലെ 5ാമത്തെ ഭാഗം. സ രി ഗ മ പ പ ധ ധ പ മ മ പ ധ നി സ സ രി ധ പ സ രി ധ പ മ ഗ രി സ. 5ാമത്തെ വരി കിട്ടിയോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. നോക്കാം. സ രി ഗ മ പ പ ധ ധ പ മ മ പ ധ നി സ സ രി ധ പ സ രി ധ പ മ ഗ രി സ. ഓക്കെ അല്ലേ? ശരി, നമുക്ക് ഇനി 2ാമത്തെ സ്പീഡിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്പീഡ് ഞാൻ ഈ 2 പ്രാവശ്യം പാടി പോവാണ്, ഇടയിൽ കൂടെ കട്ട് ചെയ്യുന്നില്ല. എല്ലാവരും 2ാമത്തെ പ്രാവശ്യമുള്ള റിപ്പീറ്റ് എൻ്റെ ഒപ്പം പാടുക. ഓക്കെ അല്ലേ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുക. സ രി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. സ രി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. റിപ്പീറ്റ് ചെയ്തില്ലേ? സ നി ധ നി ധ പ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. സ നി ധ നി ധ പ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. സ സ രി ധ നി രി ധ പ ധ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. സ സ രി ധ നി രി ധ പ ധ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. സ രി ഗ രി ഗ ഗ മ പ മ പ ധ പ ധ മ പ ധ പ ധ നി ധ പ മ പ ധ പ മ ഗ രി സ. ഒപ്പം പാടൂ. സ രി ഗ രി ഗ ഗ മ പ മ പ ധ പ ധ മ പ ധ പ ധ നി ധ പ മ പ ധ പ മ ഗ രി സ. സ രി ഗ മ പ പ ധ ധ പ മ മ പ ധ നി സ സ നി ധ പ സ നി ധ പ മ ഗ രി സ. റിപ്പീറ്റ് ചെയ്യാം. സ രി ഗ മ പ പ ധ ധ പ മ മ പ ധ നി സ സ നി ധ പ സ നി ധ പ മ ഗ രി സ. ഇനി നമുക്ക് 3ാമത്തെ സ്പീഡിലേക്ക് പോയാലോ. സ
സരി ഗമ പ ഗമ പ പ ഗമ പ ധനി ധ പ മ ഗമ പ ഗമ ഗരി സ സരി ഗമ പ ഗമ പ പ ഗമ പ ധനി ധ പ മ ഗമ പ ഗമ ഗരി സ. ഓക്കെ അല്ലേ? സാ നി ധ നി ധ പ ധ പ മ പ പ ഗമ പ ധനി ധ പ മ ഗമ പ ഗമ ഗരി സ. സാ നി ധ നി ധ പ ധ പ മ പ പ ഗമ പ ധനി ധ പ മ ഗമ പ ഗമ ഗരി സ. റിപ്പീറ്റ് ചെയ്തില്ലേ? എനിക്കൊന്നും കേട്ടില്ല കേട്ടോ. ഇനി ഉറക്കെ പാടണേ. സാ സാ നി ധ നി നി ധ പ ധ ധ പ മ പ പ ഗമ പ ധനി ധ പ മ ഗമ പ ഗമ ഗരി സ. സാ സാ നി ധ നി നി ധ പ ധ ധ പ മ പ പ ഗമ പ ധനി ധ പ മ ഗമ പ ഗമ ഗരി സ. എവിടെയോ കുറച്ച് കേട്ടു. ഇനി നല്ല നിലവിളിച്ചങ്ങോട്ട് പാടിക്കോളൂ കുട്ടികൾ. കേട്ടാ? കേൾക്കണം. പാടാം. നാലാമത്തെ വരിയിലേക്ക് പോവാം. സരി ഗരി ഗ ഗമ പ മ പ ധ പ ധ മ പ ധ പ ധനി ധ പ മ പ ധ പ മ ഗരി സ. സരി ഗരി ഗ ഗമ പ മ പ ധ പ ധ മ പ ധ പ ധനി ധ പ മ പ ധ പ മ ഗരി സ. അഞ്ചാമത്തെ വരി കേട്ടോ. സരി ഗമ പ പ ധ ധ പ മ മ പ ധനി സ സാ നി ധ പ സാ നി ധ പ മ ഗരി സ. സരി ഗമ പ പ ധ ധ പ മ മ പ ധനി സ സാ നി ധ പ സാ നി ധ പ മ ഗരി സ. മൂന്നാമത്തെ സ്പീഡ് ഓക്കെ ആയോ? ഡൗട്ട് ഉള്ളവർ കമന്റ് ബോക്സിൽ ഇടുക. ഇനി നമുക്ക് നാലാമത്തെ സ്പീഡിലേക്ക് പോവാം. ഓക്കെ അല്ലേ? ഓക്കെ, റെഡി? സരി ഗമ പ ഗമ പ പ ഗമ പ ധനി ധ പ മ ഗമ പ ഗമ ഗരി സ. സരി ഗമ പ ഗമ പ പ ഗമ പ ധനി ധ പ മ ഗമ പ ഗമ ഗരി സ. സാ നി ധ നി ധ പ ധ പ മ പ പ ഗമ പ ധനി ധ പ മ ഗമ പ ഗമ ഗരി സ. സാ നി ധ നി ധ പ ധ പ മ പ പ ഗമ പ ധനി ധ പ മ ഗമ പ ഗമ ഗരി സ. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നാലാമത്തെ സ്പീഡ് കഴിഞ്ഞു. രണ്ടാമത്തെ വരിയും കഴിഞ്ഞു. നാലാമത്തെ സ്പീഡിന്റെ. ഇനി മൂന്നാമത്തെ വരിയിലേക്ക് പോവാണ് നമ്മൾ. ഓക്കെ. സ സ നി ധ നി നി ധ പ ധ ധ പ മ പ പ ഗമ പ ധനി ധ പ മ ഗമ പ ഗമ ഗരി സ. സ സ നി ധ നി നി ധ പ ധ ധ പ മ പ പ ഗമ പ ധനി ധ പ മ ഗമ പ ഗമ ഗരി സ. സരി ഗരി ഗ ഗമ പ മ പ ധ പ ധ മ പ ധ പ ധനി ധ പ മ പ ധ പ മ ഗരി സ. സരി ഗരി ഗ ഗമ പ മ പ ധ പ ധ മ പ ധ പ ധനി ധ പ മ പ ധ പ മ ഗരി സ. സരി ഗമ പ പ ധ ധ പ മ മ പ ധനി സ സ നി ധ പ സ നി ധ പ മ ഗരി സ. സരി ഗമ പ പ ധ ധ പ മ മ പ ധനി സ സ നി ധ പ സ നി ധ പ മ ഗരി സ. നാലാമത്തെ സ്പീഡ് ഓക്കെ ആയോ? എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, പാടുമ്പോൾ കിട്ടുന്നുണ്ടോ എല്ലാം എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ. നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ താളത്തിനെ പറ്റിയിട്ടും അകാരത്തിനെ പറ്റിയിട്ടുള്ളൊരു ക്ലാസ്, ജണ്ടവരിശ, ഇങ്ങനെ ഓരോരോ ക്ലാസ്സുകൾ അടുത്ത എപ്പിസോഡുകളിൽ വരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ.